COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. കണക്കുകൾ നോക്കിയാൽ ഇന്ന് 2024 ഏറ്റവും അധികം ആൾക്കാരെ മരണത്തിലേക്ക് നയിക്കുന്ന മൂന്നാമത്തെ രോഗമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPD. എല്ലാ കൊല്ലവും നവംബർ 3-ാമത്തെ ബുധനാഴ്ച ഇതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേൾഡ് COPD ഡേ അഥവാ ലോക COPD ദിനമായി ആചരിക്കുന്നത്. 2002 ഈ ഒരു ദിനാചരണം ആരംഭിച്ചത്. എന്താണ് COPD എന്നുള്ളത് നമുക്ക് നോക്കാം. 2021 കണക്ക് നോക്കിയാൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരു രോഗമാണ് COPD. ഹൃദയത്തിന് ഹൃദയാഘാതം പോലെ ശ്വാസകോശത്തിന് ആഘാതമുണ്ടാക്കുന്ന ഒരു രോഗമാണ് COPD. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇത് ബാധിക്കുന്നത് വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും ആണ്. അല്പം വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ വികസിത രാജ്യങ്ങളിൽ ഇത് കൂടുതലും പുകവലി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുണ്ടാകുക. വികസ്വര രാജ്യങ്ങളിൽ പുകവലി ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണവും ഒരു കാരണമാണ്. COPD എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്ന് 2 തരത്തിലുള്ള രോഗങ്ങളെയാണ് നാം COPD എന്ന് ഓമന പേരിൽ വിളിക്കുന്നത്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന കിതപ്പ്, നെഞ്ചിൽ ഒരു പിടുത്തമുണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, വിട്ടുമാറാത്ത നിരന്തരമായിട്ടുള്ള ചുമ, കഫക്കെട്ട് മുതലായിട്ടുള്ളതാണ് ഈ രോഗലക്ഷണങ്ങളിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത്. ഒരു പുകവലിക്കാരന് അല്ലെങ്കിൽ പുകവലി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രോഗിക്ക് കിതപ്പ് വർദ്ധിച്ചു വരികയാണെങ്കിൽ 2 കാരണമായിരിക്കാം. ഒന്ന് COPD അല്ലെങ്കിൽ ഹൃദയരോഗം. അതിനാൽ ഇങ്ങനെ രോഗലക്ഷണമുള്ള എല്ലാ ആൾക്കാരും നേരത്തെ തന്നെ COPD കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റുകൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഇക്കൊല്ലത്തെ COPD ദിനത്തിന്റെ ഉദ്ദേശം തന്നെ അതിന്റെ ദിനാചരണത്തിന്റെ പ്രത്യേകതയാണ്. ശ്വാസകോശ ഫംഗ്ഷൻ, ലങ് ഫംഗ്ഷനെ കുറിച്ചിട്ടുള്ളതാണ് ഇത്തവണത്തെ വേൾഡ് COPD ഡേ ഉദ്ദേശിക്കുന്നത്. ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പൈറോമെട്രിയിലൂടെ തന്നെ ഈ COPD എന്ന് പറയുന്ന രോഗം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. COPD രോഗം കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും നടക്കാൻ ബുദ്ധിമുട്ട് കൂടുകയും മുഖത്തും കൈയിലും കാലിലുമൊക്കെ നീര് വരികയും അത് പിന്നെ ഒരു ഹൃദയ ധമനികളിൽ രക്തയോട്ടം കുറയുകയും ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ഒരാൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമല്ല കൂടെ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും, അല്ലെങ്കിൽ ഭാര്യ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഭർത്താവിനും ഇതേ പറഞ്ഞ COPD എന്ന രോഗം വരാൻ ചാൻസ് കൂടുതലാണ്. സമൂഹത്തിന് 3-ാം സ്ഥാനത്തേക്ക് മരണനിരക്കുകൾ എത്തിക്കുന്ന ഈ രോഗത്തെ ഒറ്റക്കെട്ടായി ചെറുക്കാൻ നാം എല്ലാവരും ഒരുപോലെ കൂട്ടുനിൽക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.